രാധേ. ഹര ഹരോ ഹര ഹര. ഓം നമ ശിവായ. ഹര ഹരോ ഹര ഹര. ഓം ശക്തി പരാശക്തി. ഇന്ന് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് സ്കന്ദപുരാണാണ്. അപ്പോ സ്കന്ദപുരാണത്തിലെ ഏകാദശ രുദ്രന്മാര് എന്നുള്ള ആ ഒരു ഭാഗമാണ് ഇനി വായിക്കാനുള്ളത്. അപ്പോൾ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട്. ഇതെല്ലാം വായിച്ചു കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ച് കാര്യങ്ങൾ സീരിയസ് ആയിട്ട് പറയാനുണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ ഇന്ന് നമുക്ക് മഹാദേവന്റെ ആ ഏകാദശ രുദ്രന്മാരെ കുറിച്ച് ഭഗവാൻ പറയുന്ന, മഹാവിഷ്ണു ഭഗവാൻ രുദ്രസംഭവ കഥ വിവരിച്ചു കൊടുക്കുകയാണ് ദേവന്മാർക്ക്. അപ്പൊ ആ ഒരു ഭാഗം ഞാൻ വായിക്കാട്ടോ. സ്കന്ദപുരാണത്തിലെ പ്രധാനമായിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പൊ അത് ഞാൻ വായിച്ചിട്ട് നിങ്ങൾക്ക് അതിന്റെ അർത്ഥം പറയാം. എന്തുകൊണ്ടാണ് ഞാൻ വായിച്ചിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അച്ചടിച്ചിരിക്കുന്ന അതേ ഭാഷ അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാനത് വായിച്ച് തന്നെ അതിന്റെ അർത്ഥം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് കേട്ടോ. അപ്പൊ ഞാനത് വായിക്കാം. ഏകാദശ രുദ്രന്മാർ. പൂർവകൽപകാലത്തിൽ ബ്രഹ്മദേവൻ സകല ജീവജാലങ്ങളെയും സൃഷ്ടിച്ചു. അതുകൊണ്ട് താനാണ് ദേവന്മാരുടെ ആദ്യ ദേവനെന്ന് അഹങ്കരിച്ച് ബ്രഹ്മാവ് ശ്രീ പരമേശ്വര ദേവനെ മറന്നു. അതോടെ ജീവജാലങ്ങളുടെ വളർച്ച മുരടിച്ചു. ആ പ്രകൃതി വിരുദ്ധത്തിന് കാരണം എന്തായിരിക്കാമെന്ന് ബ്രഹ്മദേവൻ ചിന്തിച്ചു. ഒടുവിൽ പ്രപഞ്ച പ്രവർത്തനങ്ങളുടെയും പരമ്പൊരുളായി വിളങ്ങുന്ന ശ്രീ മഹാദേവനെ താൻ ധിക്കരിച്ചതുകൊണ്ടാണ് ഇപ്രകാരം സംഭവിച്ചിരിക്കുന്നതെന്ന് ബ്രഹ്മദേവൻ മനസ്സിലാക്കി. തെറ്റുതിരുത്താൻ സർവചരാചര രക്ഷകനായ ശ്രീ കൈലാസനാഥനെ മനസ്സിൽ ധ്യാനിച്ച് ദീർഘകാലം ബ്രഹ്മാവ് തപസ് അനുഷ്ഠിച്ചു. ഭഗവാൻ ബ്രഹ്മദേവന് ദർശനം അരുളിയില്ല. ദുഃഖാർത്തനായ സ്രഷ്ടാവ് മനം നൊന്ത് പൊട്ടിക്കരഞ്ഞു. അപ്പോൾ ഭൂമിയിൽ ചിന്തിയ കണ്ണുനീർത്തുള്ളികൾ ഭീകരരൂപികളായ പിശാചുക്കളായി മാറി. അവയെ കണ്ട് ഭയന്നു വിറച്ച ബ്രഹ്മദേവൻ ബോധമറ്റ് നിലം പതിച്ചു. അപ്പോ ബ്രഹ്മദേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ബ്രഹ്മദേവൻ എന്ന് പറഞ്ഞാൽ സൃഷ്ടികർത്താവാണ്. പക്ഷേ അന്ന് ആ ഒരു സമയത്ത് ബ്രഹ്മദേവൻ മഹാദേവനെ മറക്കുകയാണ്. മഹാദേവന്റെ പൂജകളൊന്നും ചെയ്യുന്നില്ല, മഹാദേവനെ മറക്കുകയാണ്. അതോടെ തന്നെ ഈ ജീവജാലങ്ങളുടെ വളർച്ചയൊക്കെ മുരടിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാദേവനാണ് നമുക്ക് ഈ ഭൂമിയിൽ ഒരു സൃഷ്ടി ഉണ്ടാവുമ്പോൾ അതിന് വേണ്ട ശക്തി പകർന്നു നൽകുന്നത് ആ ശിവശക്തിയാണ്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് തന്നെ ബ്രഹ്മദേവൻ മഹാദേവനെ മറക്കുകയാണ്. ആ ഒരു സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? വളർച്ച, അതായത് ജീവജാലങ്ങളുടെ വളർച്ചയൊക്കെ മുരടിക്കുകയാണ്. അങ്ങനെ പ്രകൃതിയിൽ വളരെയധികം ഭൂമിയിലായാലും മറ്റ് സ്ഥലങ്ങളിലായാലും മറ്റുള്ള ലോകങ്ങളിലായാലും ഒക്കെ വളരെയധികം വിഷമതകൾ ഉണ്ടാവുകയാണ്. അപ്പോ ഇത് മനസ്സിലാക്കിയിട്ട് താൻ മഹാദേവനെ ധിക്കരിച്ചത് കൊണ്ടാണ് ഇപ്രകാരം ഉണ്ടായത് എന്നുള്ള ആ ഒരു തെറ്റ് ബ്രഹ്മദേവന് മനസ്സിലാവുകയാണ്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? കൈലാസനാഥനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ദീർഘകാലം കഠിനമായിട്ടുള്ള തപസ് അനുഷ്ഠിക്കുകയാണ്. അപ്പോ ദുഃഖാർത്തനായിട്ടുള്ള ആ സൃഷ്ടാവ് ബ്രഹ്മാവ് വളരെയധികം പൊട്ടിക്കരയുകയാണ്. അപ്പോൾ ഭൂമിയിൽ ചിന്തിയ ആ കണ്ണുനീർ തുള്ളികൾ, അപ്പൊ ആ ബ്രഹ്മദേവന്റെ ആ കണ്ണുനീർ തുള്ളികളിൽ നിന്ന് ഭീകര രൂപികളായിട്ടുള്ള പിശാചുക്കളൊക്കെ ജന്മമെടുക്കുകയാണ്. അപ്പൊ ഇവയെ കണ്ടിട്ട് ബ്രഹ്മദേവൻ ഭയന്ന് വിറയ്ക്കുകയാണ്. അതായത് ബ്രഹ്മദേവന്റെ ആ കണ്ണുനീർ തുള്ളികളിൽ നിന്നാണ് പിശാചുക്കൾ ഉണ്ടാവുന്ന. അങ്ങനെയുള്ള ആ പിശാചുക്കളെ കണ്ടിട്ട് ബ്രഹ്മദേവൻ എന്ത് ചെയ്യുകയാണ്? വളരെയധികം ഭയപ്പെടുകയാണ്. ദയാനിധിയായ ശ്രീ പരമേശ്വരൻ ബ്രഹ്മദേവന് ബോധം പ്രദാനം ചെയ്ത് സ്വപ്നത്തിൽ ദർശനമരുളി ഇപ്രകാരം ഉണർത്തിച്ചു. ബ്രഹ്മദേവ, അഹമെന്ന ഭാവം കൊണ്ട് എല്ലാം നീ തന്നെയെന്ന് ധരിച്ച് നമ്മെ ധിക്കരിച്ചതിനാലാണ് സൃഷ്ടി സ്തംഭിച്ചു പോയത്. സൃഷ്ടിപ്രവൃത്തി പുനരാരംഭിക്കുന്നതിന് നമ്മോടൊത്ത് വസിക്കുന്ന ഏകാദശ രുദ്രന്മാരെ നിന്നോടൊപ്പം നിയോഗിക്കുന്നതാണ്. അതനുസരിച്ച് ബ്രഹ്മദേവന്റെ നെറ്റിയിൽ നിന്ന് ഏകാദശ രുദ്രന്മാർ അവതരിച്ചു. തന്റെ നെറ്റിയിൽ നിന്ന് ഉദിക്കുവാനുള്ള കാരണം എന്തെന്ന് ബ്രഹ്മദേവൻ ഏകാദശ രുദ്രന്മാരോട് ചോദിച്ചു. നേരായ മാർഗത്തിൽ ബ്രഹ്മാവ് സൃഷ്ടികർമ്മം ചെയ്യുന്നതിന് വേണ്ടിയാണ് ശ്രീ പരമേശ്വരൻ ഇപ്രകാരം അരുളി ചെയ്തതെന്ന് ഏകാദശ രുദ്രന്മാർ ഉത്തരം നൽകി. തുടർന്ന് അവർ സഹകരിച്ച് സൃഷ്ടികർമ്മം ആരംഭിച്ചു. ഏകാദശ രുദ്രന്മാർ അവരെ പോലെ തന്നെ 11 കോടി രുദ്രന്മാരെ സൃഷ്ടിച്ചു. എന്നാൽ ബ്രഹ്മസൃഷ്ടിയെ പോലെ അല്പായുസുള്ളവരായിരുന്നില്ല രുദ്രസൃഷ്ടികൾ. ഇപ്രകാരം അമരന്മാരായ രുദ്രന്മാരെ സൃഷ്ടിച്ചു കൊണ്ടിരുന്നാൽ ലോകത്തിന് താങ്ങുവാൻ സാധിക്കുകയില്ലെന്ന് ബ്രഹ്മദേവൻ അവരെ ഓർമ്മിപ്പിച്ചു. അപ്രകാരമെങ്കിൽ താങ്കൾ തന്നെ സൃഷ്ടികർമ്മം ചെയ്തുകൊള്ളൂ എന്ന് അരുളി ചെയ്ത് ഏകാദശ രുദ്രന്മാർ തങ്ങളുടെ സൃഷ്ടി പ്രവർത്തനം അവസാനിപ്പിച്ച് അവരുടെ രുദ്രഭവനത്തിലേക്ക് പോയി.
ഏകാദശ രുദ്രന്മാരാൽ സൃഷ്ടിക്കപ്പെട്ട 11 കോടി രുദ്രന്മാരെയാണ് ശൂരപത്മാസുരൻ ദേവന്മാർക്കൊപ്പം കണ്ടത്. ഇപ്രകാരം ശ്രീ മഹാവിഷ്ണു രുദ്രോത്ഭവ കഥ അവസാനിപ്പിച്ചു. അപ്പോ മഹാദേവൻ ആ സമയത്ത് ബ്രഹ്മദേവൻ ഇങ്ങനെ കാണിക്കുന്നത് കൊണ്ട് തന്നെ ബ്രഹ്മദേവന് ഈ ഇങ്ങനെയുള്ള പിശാചുക്കളെ കണ്ട് പേടിക്കുമ്പോൾ ഈ പിശാചുക്കളെ വധിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഏകാദശ രുദ്രന്മാര് ആ ഭഗവാനിൽ നിന്ന്, ആ ശിവഭഗവാനിൽ നിന്ന് തന്നെ ഉത്ഭവിച്ചിട്ടുള്ള ആ ഏകാദശ രുദ്രന്മാര് ഉത്ഭവിച്ചുകൊണ്ട് സൃഷ്ടികർമ്മം നടത്തുകയാണ്. അപ്പൊ അങ്ങനെ സൃഷ്ടികർമ്മം നടത്തുന്ന സമയത്ത് ബ്രഹ്മദേവൻ സൃഷ്ടിക്കുന്ന അത്രത്തോളം മഹിമയുള്ള ആ ഒരു ഇതല്ലായിരുന്നു. അപ്പൊ കോപിഷ്ഠരായിട്ടുള്ള യുദ്ധം ചെയ്യാൻ തൽപരരായിട്ടുള്ള അല്ലെ അങ്ങനെയുള്ള സൃഷ്ടിയായിരുന്നു നടത്തിയത് ഏകാദശ രുദ്രന്മാർ. പക്ഷെ അപ്പൊ ഇത് കാണുമ്പോൾ ബ്രഹ്മദേവൻ വളരെയധികം ഭയപ്പെടുകയാണ്. എന്നിട്ട് ബ്രഹ്മദേവൻ പറയുകയാണ്, ഇങ്ങനെ ഈ സൃഷ്ടി നിങ്ങൾ അവസാനിപ്പിക്കൂ എന്ന് പറയുകയാണ്. അതോടൊപ്പം തന്നെ ആ ഏകാദശ രുദ്രന്മാരുടെ ആ സൃഷ്ടി കർമ്മം അവിടെ അവസാനിപ്പിക്കുകയാണ്. അത് വീണ്ടും പഴയതുപോലെ ബ്രഹ്മദേവന് വിട്ടുകൊടുക്കുകയാണ്. അപ്പൊ ഈ ഏകാദശ രുദ്രന്മാരെ സൃഷ്ടിച്ചിട്ടുള്ള ഈ രുദ്രന്മാരാണ് പിന്നീട് ആരുടെ കൂടെ ദേവന്മാരെ ശൂരപത്മാസുരന്മാരിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട്, ആ അസുരന്മാർക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ദേവന്മാരുടെ കൂടെ ഈ ഏകാദശ രുദ്രന്മാരെ സൃഷ്ടിച്ചിട്ടുള്ള ആ രുദ്രന്മാരെയാണ് നാം കണ്ടത് ഇവിടെ. അതാണ് ഇവിടെ പറയുന്ന ഭാഗം കേട്ടോ. അപ്പൊ ഇപ്രകാരം ശ്രീ മഹാവിഷ്ണു രുദ്രോത്ഭവ കഥ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഭാഗമാണ് നഗരസൃഷ്ടിയും സ്ഥാനാരോഹണവും. അതിനുശേഷം ശൂരപത്മാസുരൻ മയനെ വിളിച്ച് തനിക്കും സഹോദരന്മാർക്കും താമസിക്കുന്നതിന് എല്ലാ സുഖസൗകര്യങ്ങളോടും കൂടിയ 3 നഗരങ്ങൾ തീർക്കുവാൻ കൽപ്പിച്ചു. മയൻ ശൂരപത്മാസുരന് വസിക്കുന്നതിനുള്ള നഗരവും മാളികകളും പണിയുന്നതിന് ദക്ഷിണ സമുദ്രത്തിന്റെ തീരഭാഗം തിരഞ്ഞെടുത്തു. ആഴക്കടലിൽ 80,000 യോജന വിസ്താരത്തിൽ നയനാനന്ദകരമായ ഒരു നഗരം അദ്ദേഹം പണി കഴിപ്പിച്ചു. പഞ്ചലോഹ നിർമ്മിതമായ വൻ ഗോപുരങ്ങൾ ആ നഗരത്തിൽ ഉയർന്നു നിന്നു. അന്തഃപുരങ്ങളും കൊട്ടാരങ്ങളും മണിമാളികകളും കുംഭഗോപുരങ്ങളും രാജവീതികളും മതിലുകളും ആ നഗരത്തിനു മോടികൂട്ടി. ശൂരപത്മാസുരന് വേണ്ടി പ്രത്യേകമായി നവരത്ന മാളികയും സിംഹാസനവും സൃഷ്ടിച്ചു. ആ നഗരത്തിന് വീരമഹേന്ദ്രപുരം എന്ന പേരും കൊടുത്തു. വീരമഹേന്ദ്രപുരത്തിന് ചുറ്റിലും ഹേമപുരം, ഹൈമപുരം, ലങ്കാപുരം, നീലപുരം, ശ്വേതപുരം, അസുരപുരം, വാമപുരം, പത്മപുരം എന്നിപ്രകാരം 8 ഉപനഗരങ്ങൾ കൂടി നിർമ്മിച്ചു. ചന്ദ്രകാന്ത കല്ലുകളും സൂര്യകാന്ത കല്ലുകളും വെണ്ണക്കല്ലുകളും കൊണ്ടായിരുന്നു അവ നിർമ്മിക്കപ്പെട്ടത്. സിംഹാസുരന് വേണ്ടി ഉത്തരസാഗരത്തിൽ 80,000 യോജന വിസ്താരത്തിൽ അസുരം എന്ന പേരിൽ ഒരു നഗരം മയൻ നിർമ്മിച്ചു. അപ്പോൾ ഈ മയൻ എന്ത് ചെയ്യുകയാണ്, ഈ അസുരന്മാര് തങ്ങൾക്ക് വസിക്കുവാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം ചോദിക്കുകയാണ്. അങ്ങനെ ആ ഒരു പുരി നിങ്ങൾക്ക് അറിയാൻ കഴിയും. അപ്പൊ അങ്ങനെയുള്ള ഒരു പുരി, അങ്ങനെയുള്ള ഒരു നഗരം അവിടെ, പഞ്ചലോക നിർമ്മിതമായിട്ടുള്ള ഒരു നഗരം അവിടെ പണി കഴിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഈ മയൻ എന്ന് പറയുന്ന ആ അസുരൻ അവിടെ സിംഹമുഖാസുരന് വേണ്ടി ഉത്തരസാഗരത്തിലെ 80,000 യോജന വിസ്താരത്തിൽ അസുരം എന്ന പേരിൽ ഒരു നഗരം നിർമ്മിക്കുകയാണ്. നാവലം എന്ന ദ്വീപിൽ ഹേമകുടം എന്ന മലയ്ക്കടുത്താണ് താരകാസുരന് വേണ്ടി മായാപുരം എന്ന നഗരം മയൻ നിർമ്മിച്ചത്. ഇവയ്ക്ക് പുറമെ രാക്ഷസ വീരന്മാർക്ക് വസിക്കുന്നതിനായി ദ്വീപുകളിലും സമുദ്രങ്ങളിലും അനേകം നഗരങ്ങൾ കൂടി അദ്ദേഹം നിർമ്മിച്ചു നൽകി. ദിഗജ യാത്ര ചെയ്ത് സകല ലോകരാജ്യങ്ങളെയും കീഴടക്കിയ പത്മാസുരന് പട്ടാഭിഷേകം നടത്തുന്നതിന് സമയമായി. ബ്രഹ്മാദി ദേവന്മാരും മഹർഷിമാരും ചേർന്ന് അതിനുള്ള മുഹൂർത്തം നിശ്ചയിച്ചു. പുണ്യഗംഗയിൽ നീരാടി പരിമള സുഗന്ധ തൈലങ്ങൾ പൂശി പട്ടുപീതാംബരങ്ങൾ ധരിച്ച് മിന്നുന്ന ആഭരണങ്ങൾ അണിഞ്ഞ് നെറ്റിയിൽ ഭസ്മ കുങ്കുമാദികളാൽ കുറിതൊട്ട് ശൂരപത്മാസുരൻ പട്ടാഭിഷേക മഹോത്സവത്തിന് ഒരുങ്ങി നിന്നു. ഇരുപുറങ്ങളിലും അനുജന്മാരും ദേവന്മാരും അസുരന്മാരും ഋഷികളും നിറഞ്ഞു നിന്ന് ആശീർവാദങ്ങൾ ചൊരിഞ്ഞു. ഒടുവിൽ ശുഭമുഹൂർത്തം ആഗതമായി. ശൂരപത്മാസുരൻ രത്നസിംഹാസനാരൂഢനായി. ബ്രഹ്മദേവൻ ശൂരപത്മാസുരനെ രത്നകിരീടം അണിയിച്ചു. സന്തുഷ്ടരായ രാക്ഷസ വീരന്മാരുടെ ആർപ്പുവിളികളാൽ ദിഗിന്തങ്ങൾ ഭേദിച്ചു. ദേവന്മാരും മഹർഷിമാരും സുഗന്ധ പുഷ്പകുസുമങ്ങൾ ചൊരിഞ്ഞ് അസുര ചക്രവർത്തിയെ അനുഗ്രഹിച്ചു. ശുഭസൂചകമായി ദേവേന്ദ്രനും കുബേരനും കൂടി അസുര ചക്രവർത്തിക്ക് ആരതി ഒഴിഞ്ഞു. വായുദേവൻ വെൺചാമരം വീശി. വരുണ ഭഗവാൻ ആലവട്ടം പിടിച്ചു. ഗന്ധർവ കിന്നരന്മാർ വിജയ ഗീതങ്ങൾ ആലപിച്ചു. ബൃഹസ്പതിയും ശുക്രഭഗവാനും പൂർണ്ണ കുംഭങ്ങളേന്തി നിന്നു. ദേവനർത്തകിമാർ ആനന്ദ നൃത്തമാടി. തന്റെ കിരീട ധാരണ ചടങ്ങിൽ പങ്കെടുത്തവർക്കെല്ലാം അസുര ചക്രവർത്തി ആഭരണാദികൾ ദാനം ചെയ്തു.
അപ്പൊ അവിടെ നടന്ന ഒരു എന്താ പറയാ ആഘോഷത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. അതായത് ഈ അസുരന്മാരുടെ ലോകത്ത് അങ്ങനെയുള്ള പുരിയൊക്കെ നിർമ്മിച്ചതിന് ശേഷം അവര് അവിടെ എന്ത് ചെയ്യുകയാണ്, അവരവിടെ ആഘോഷങ്ങളൊക്കെ നടത്തുകയാണ്. ഹര ഹര മഹാദേവ ശംഭോ മഹാദേവ. ഇനി നമുക്ക് ശൂരപത്മാസുരന്റെ ഭരണം എന്നുള്ള ഭാഗം വായിക്കാം. ചക്രവർത്തി പദത്തിൽ അവരോധിതനായതോടെ ശൂരപത്മാസുരന്റെ അഹങ്കാരവും വർദ്ധിച്ചു. ലോക പരിപാലകനായ ശ്രീ മഹാവിഷ്ണുവിനോട് താൻ മനസ്സിൽ ഓർക്കുമ്പോൾ തന്നെ വന്നു കണ്ടുകൊള്ളണമെന്ന് ആജ്ഞാപിച്ചു. ബ്രഹ്മാവിനോട് ദിവസവും കൊട്ടാരത്തിൽ വന്ന് പഞ്ചാംഗം നോക്കി നാളും നക്ഷത്രവും അറിയിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ചുമതലയാണെന്ന് അറിയിച്ചു. സൂര്യനോട് തന്റെ നഗരത്തിൽ മധ്യാഹ്നം ഉണ്ടാകുവാൻ പാടില്ലെന്നും എപ്പോഴും ഉദയസൂര്യനായി പ്രകാശിക്കേണ്ടതാണെന്നും ആജ്ഞാപിച്ചു. ചന്ദ്രൻ വൃദ്ധിശയങ്ങൾ മാറ്റിവെച്ച് എപ്പോഴും പൂർണ്ണചന്ദ്രനായി ദർശനം അരുളേണ്ടതാണെന്നും അസുര ചക്രവർത്തി കൽപ്പിച്ചു. അഗ്നി അസുരന്മാർക്ക് കുളിർമയും യമധർമ്മൻ അവർക്ക് അമരത്വവും നൽകാനും വായുദേവൻ നഗര ശുചീകരണ ജോലി നിർവഹിക്കാനും വിധിക്കപ്പെട്ടു. ഇപ്രകാരം ശൂരപത്മാസുരൻ ദേവന്മാരെ അടിമ ജോലികൾക്ക് നിയോഗിച്ച് തന്റെ അധികാര ഗർവം പ്രകടിപ്പിച്ചു. മയന്റെ പുത്രിയായ പത്മകോമളയെ ശൂരപത്മാസുരൻ വിവാഹം ചെയ്തു. ദേവകുലത്തിൽ നിന്നും അസുരകുലത്തിൽ നിന്നും ഗന്ധർവ കിന്നര യക്ഷ നാഗ കിം പുരുഷൻ കുലങ്ങളിൽ നിന്നും അനേക സ്ത്രീകളെ അസുര ചക്രവർത്തി ഭാര്യയായി സ്വീകരിച്ചു. സിംഹമുഖാസുരൻ യമധർമ്മ പുത്രിയായ വിഭൂതിയെയും താരകാസുരൻ നൃതിയുടെ പുത്രിയായ ഗൗരിയെയും വിവാഹം ചെയ്തു. ചടങ്ങുകൾ കഴിഞ്ഞപ്പോൾ സഹോദരന്മാർക്ക് സർവ്വവിധ സമ്പത്തുകളും ആയുധങ്ങളും ഓരോരുത്തർക്കും 2000 കോടി അസുര യോദ്ധാക്കളെയും നൽകി ശൂരപത്മാസുരൻ അവരെ യാത്രയാക്കി. തന്റെ അധീനതയിലുള്ള എല്ലാ ലോകങ്ങളിലും അസുര ചക്രവർത്തിയായ ശൂരപത്മാസുരന്റെ കൽപ്പനയനുസരിച്ച് അസുരവീരന്മാർ ഭരണം നടത്തി. മഹേന്ദ്രപുരത്തിൽ പല കോടി അസുരവീരന്മാരെ പത്മാസുരൻ കുടിയിരുത്തി. ആന, കുതിര, കരടി, പുലി, സിംഹം, മാൻ, കടുവ, പന്നി മുതലായ മൃഗങ്ങളുടെ ശിരസുകളുള്ള 8 വീരാതി വീരന്മാരായ 8 ഗോപുര കവാടങ്ങളിലെയും കാവൽക്കാരായി തലവന്മാരായി നിയമിച്ചു. ദേവന്മാരും മഹർഷിമാരും അവർക്ക് കീഴിൽ അടിമകളായി ജോലി ചെയ്തു. അപ്പൊ ഈ പറയുന്ന ആരാണ്? ശൂരപത്മാസുരൻ. അവിടെ ഒരു എന്താ പറയാ, അങ്ങനെ ഒരു ലോകമൊക്കെ നിർമ്മിച്ചതിന് ശേഷം അവിടെ എന്ത് ചെയ്യുകയാണ്, എല്ലാ ദേവന്മാരെയും എല്ലാവരെയും അടിമകളാക്കുകയാണ്. ബ്രഹ്മദേവനോടൊക്കെ അവിടെ വന്ന് എന്താ പറയാ, പഞ്ചാംഗം നോക്കി തരണം, എന്താ പറയുന്നേ, പഞ്ചാംഗം നോക്കി നക്ഷത്രം അറിയിക്കേണ്ടതാണ്, അങ്ങനെയൊക്കെയുള്ള എന്താ പറയാ ഓരോരോ ഇത് കൊടുക്കുകയാണ്. അതായത് ഈ അസുരന്മാര് പിന്നീട് അവിടെ ഭരിക്കുകയാണ്. അങ്ങനെ അസുരന്മാരുടെ ആ ഒരു ഭരണമാണ്. അതോടുകൂടി തന്നെ ദേവന്മാരെല്ലാം വളരെയധികം വിഷമിക്കുകയാണ്. ആ ഒരു ഇതാണ് ഞാൻ വായിച്ചത് കേട്ടോ. ഇനി അടുത്ത ഭാഗമാണ് പുത്രലാഭം എന്നുള്ള ഭാഗം. തെരുവീഥികൾ വൃത്തിയാക്കുന്നതിനും വിറക് വെട്ടുന്നതിനും മത്സ്യങ്ങളെ പിടിക്കുന്നതിനും മറ്റും ശൂരപത്മാസുരൻ ദേവന്മാരെ നിയോഗിച്ചു. അവരുടെ കഷ്ടപ്പാടുകൾ കണ്ട് അസുരേന്ദ്രൻ പൊട്ടിച്ചിരിച്ച് ആനന്ദിച്ചു. തങ്ങളുടെ വിധി വൈപര്യത്തെ കുറിച്ച് ഓർത്ത് ദേവന്മാർ ദുഃഖിച്ചു. ശൂരപത്മാസുരന്റെ പത്നിയായ പത്മകോമള ഗർഭം ധരിച്ചു. യഥാകാലം അവൾ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. സന്തുഷ്ടനായ അസുര ചക്രവർത്തി തന്റെ ആശ്രിതന്മാർക്ക് പൊന്നാണയങ്ങളും പട്ടുവസ്ത്രങ്ങളും നൽകി ആ സുദിനം കൊണ്ടാടി. ദേവന്മാരും മഹർഷിമാരും അസുരന്മാരും അസുര ചക്രവർത്തി കുമാരനെ ആശീർവദിച്ചു. സ്വർണ്ണത്തൊട്ടിലിൽ കിടത്തിയ ചക്രവർത്തി കുമാരനെ ദേവനർത്തകിമാരും അസുര കന്യകമാരും താരാട്ടുപാടി ഉറക്കി. ഒരു ദിവസം തൊട്ടിലിൽ ഉറങ്ങിക്കിടന്നിരുന്ന രാക്ഷസപുത്രന്റെ ദേഹത്ത് എങ്ങനെയോ സൂര്യകിരണങ്ങൾ പതിക്കാനിടയായി. ഉറക്കമുണർന്നു നോക്കിയ ബാലൻ സൂര്യദേവന്റെ ധിക്കാരം നിറഞ്ഞ പെരുമാറ്റത്തിൽ ശുഭിതനായി. തൊട്ടിലിൽ നിന്നു ചാടിയ അസുരകുമാരൻ ആകാശത്തേക്ക് ഉയർന്നു. ഞൊടിയിടയിൽ സൂര്യബിംബത്തെ പിടികൂടിയ പത്മാസുരപുത്രൻ താൻ ഉറങ്ങുന്ന തൊട്ടിലിന്റെ കാലിൽ ആദിത്യനെ കെട്ടിയിട്ടു. യാതൊന്നും സംഭവിക്കാത്തതുപോലെ ബാലൻ വീണ്ടും ഉറക്കമായി. അസുരകുമാരന്റെ ക്രൂരകൃത്യം ദേവന്മാരെ ഭയചകിതരാക്കി. അവർ അസുരസന്തതിയുടെ അപാര ശക്തിയെക്കുറിച്ചോർത്ത് ഉൾക്കിടലം പൂണ്ടു. സൂര്യപ്രകാശം ലഭിക്കാതെ ജീവജാലങ്ങൾ വലഞ്ഞു. ആ ദുർഘടസന്ധിയിൽ ബ്രഹ്മദേവൻ അസുരകുമാരന്റെ ലീലകളെപ്പറ്റി ശൂരപത്മാസുരനോട് ആവലാതിപ്പെട്ടു. എന്നാൽ ബ്രഹ്മദേവന്റെ പരാതിക്ക് അസുര ചക്രവർത്തിയുടെ മറുപടി ഇപ്രകാരമായിരുന്നു: സിംഹസന്തതിയാണ് നമ്മുടെ പുത്രൻ. എന്റെ ശക്തിയെക്കുറിച്ച് ഓർത്ത് നാം അഭിമാനം കൊള്ളുന്നു. നിസാരരായ ദേവന്മാർ പോയി നമ്മുടെ വീരപുത്രന്റെ പാദം തൊഴുതപേക്ഷിക്കട്ടെ. അവനു ദയ തോന്നി ആദിത്യനെ മോചിപ്പിക്കുമെങ്കിൽ അങ്ങനെ ആകട്ടെ. രംഭതിലോത്തമാദി ദേവസ്ത്രീകളാൽ പരിസേവിതനായി സ്വർണ്ണത്തൊട്ടിലിൽ ശയിച്ചിരുന്ന അസുരകുമാരനെ സമീപിച്ച് ബ്രഹ്മദേവൻ സങ്കടം ഉണർത്തിച്ചു. തന്റെ കിരണങ്ങളാൽ കുമാരന് നിദ്രാഭംഗം വരുത്തിയ ആദിത്യനോട് ക്ഷമിച്ച് ദയവായി മോചനം നൽകിയാലും സൂര്യപ്രകാശം ലഭിക്കാതെ ലോകജനത വലയുകയാണ്. അപ്പോൾ ഈ അസുരന് ഒരു ബാലകൻ ഉണ്ടായിരുന്നു. ആ ബാലകന്റെ ദേഹത്ത് ഇതുപോലെ സൂര്യകിരണങ്ങൾ പതിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഈ സൂര്യകിരണങ്ങൾ പതിക്കുമ്പോഴേക്ക്
ആ അസുരകുമാരന് വളരെയധികം അസ്വസ്ഥത ഉണ്ടാകുകയാണ്. അങ്ങനെ ഉറക്കത്തിൽ നിന്ന് ഉണരുകയാണ്. അപ്പൊ ഇതൊരു ചെറിയ കാര്യമാണല്ലോ. എന്നാൽ കൂടി ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ദേവന്മാർക്ക് ഈ അസുരന്മാർക്ക് വളരെയധികം ദേഷ്യമാവുകയാണ്. അങ്ങനെ അസുരന്മാർ എന്ത് ചെയ്യുകയാണ്, ഈ ആദിത്യ ഭഗവാനെ ബന്ധിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ബ്രഹ്മദേവൻ അവിടെ വന്നിട്ട് പറയുകയാണ്, ആദിത്യ ഭഗവാനെ നിങ്ങൾ മോചിപ്പിക്കണം, അറിയാതെ സംഭവിച്ചു പോയതാണ്, അതുകൊണ്ട് ആദിത്യ ഭഗവാനെ, സൂര്യഭഗവാനെ മോചിപ്പിക്കണമെന്ന് ഈ അസുരന്മാരോട് ബ്രഹ്മദേവൻ അപേക്ഷിക്കുകയാണ്. ബാലൻ സൂര്യനോട് ക്ഷമിക്കാനും സൂര്യബിംബത്തെ മോചിപ്പിക്കാനും തയ്യാറായി. അപ്പൊ ആ ബാലന് കുഴപ്പമില്ല, അസുരബാലന് കുഴപ്പമില്ല. അസുരബാലൻ എന്ത് ചെയ്യുകയാണ്, സൂര്യഭഗവാനെ മോചിപ്പിക്കാനും അതുപോലെ സൂര്യഭഗവാനോട് ക്ഷമിക്കാനും തയ്യാറാവുകയാണ്. അസുരകുമാരൻ ആവശ്യപ്പെട്ട പ്രകാരം ബ്രഹ്മാസ്ത്രാദികൾ നൽകി സ്രഷ്ടാവ് ബാലകനെ ആശീർവദിച്ചു. പകരം അവൻ ആദിത്യനെ മോചിപ്പിച്ചു. പിന്നീട് ഭാനുവായ ആദിത്യനോട് തന്റെ പുത്രൻ കോപിച്ചതുകൊണ്ട് ശൂരപത്മാസുരൻ പുത്രന് ഭാനുകോപം എന്ന പേര് നൽകി. അപ്പോൾ ഭാനുവായ ആദിത്യനോട് തന്റെ പുത്രൻ കോപിച്ചത് കൊണ്ട് ആ പുത്രന് ഭാനുകോപൻ എന്നുള്ള ഒരു നാമധേയം ആ അസുരൻ നൽകുകയാണ്. ആ സുദിനത്തെ പത്മാസുരൻ അത്യാഘോഷപൂർവ്വം കൊണ്ടാടി. ഭാനുകോപന് പുറവെ അസുര ദമ്പതികൾക്ക് അഗ്നിമുഖന്, ഹിരണ്യൻ, വജ്രബാഹു എന്നിങ്ങനെ 3 പുത്രന്മാർ കൂടി ജനിച്ചു. മറ്റുള്ള ഭാര്യമാരിൽ ഏകകാലത്തിൽ ശൂരപത്മാസുരന് 3000 പുത്രന്മാരുണ്ടായി. സിംഹമുഖാസുരന് തന്റെ പട്ടമഹർഷിയായ വിഭൂതിയിൽ അതിശൂരൻ എന്ന പുത്രന് മറ്റുള്ള ഭാര്യമാരിൽ 100 പുത്രന്മാരും ജനിച്ചു. താരകാസുരനും ശൗരിക്കും അസുരേന്ദ്രൻ എന്ന ഒരു പുത്രൻ ജനിച്ചു. ആ കുമാരൻ സദ്ഗുണ സമ്പന്നനായിരുന്നു. അസുരേന്ദ്രൻ സകല കലകളിലും വല്ലഭനായി വളർന്നു. കുറ്റവാസനകൾ കൊണ്ട് തീണ്ടിയിട്ടില്ലായിരുന്ന താരകാസുരന്മാർ ധർമ്മമല്ലാത്ത യാതൊന്നിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്തില്ല. രാക്ഷസകുലത്തിൽ പിറന്നെങ്കിലും സകല സദ്ഗുണങ്ങളുടെയും വിളനിലമായി താരകാസുരപുത്രൻ വളർന്നു വന്നു. അപ്പോൾ ഈ താരകാസുരപുത്രൻ എന്ത് ചെയ്യുകയാണ്, വളരെയധികം അതിപരാക്രമശാലിയായിട്ട് എല്ലാ യുദ്ധ കലകളെല്ലാം തന്നെ പഠിച്ചുകൊണ്ട് അങ്ങനെ ഒരു ഒരു സകല സദ്ഗുണ സമ്പന്നനായിട്ട് ഈ ശൂരപത്മാസുരന്റെ മകൻ വളർന്നു വരികയാണ്. താരകാസുരന്റെ പുത്രൻ വളർന്നു വരികയാണ്. ഹരഹര മഹാദേവ, ഹരഹരോ ഹരഹര. അപ്പൊ ഇന്നത്തെ ഈ ഒരു ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇനി പറയാനുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ഭക്തിയിലേക്ക് കുറെ പേര് വരുന്നവരുണ്ടല്ലേ. അപ്പൊ ഭക്തിയിലേക്ക് വരുമ്പോഴത്തേക്ക് ചില ആശ്രമങ്ങളിലൊക്കെ പോകാറുണ്ട്, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ പോകാറുണ്ട്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ പോയി കഴിയുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ. നമ്മുടെ ലൈഫിൽ, നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടല്ലേ. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന പോലെ നമുക്ക് തോന്നാറുണ്ട്. കാരണം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ ഭഗവാൻ ഒരുപക്ഷെ നമ്മളെ പരീക്ഷിക്കുന്നതായിരിക്കും. നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇതാവുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ അതിനെ തരണം ചെയ്ത് പോകുന്നത്, അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് സഹിക്കാനുള്ള സഹനശക്തി നമുക്ക് ഉണ്ടാവുമോ, അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് തരണം ചെയ്ത് പോവാൻ സാധിക്കുമോ എന്നുള്ള ഒരു പരീക്ഷണമായിരിക്കും ഭഗവാൻ നടത്തുന്നത്. ഇപ്പോൾ ശ്രീകൃഷ്ണ ഭക്തരാണെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ഓടക്കുഴലിലെ ആ ഒരു പൊള്ള, അതായത് ഓടക്കുഴലിൽ പൊള്ളയാണ്, അതുപോലെ നമ്മൾ പൊള്ളയാവണം ഭഗവാനിലേക്ക് എത്തണമെങ്കിൽ എന്നാണ് പറയുന്നത്. അതിന് നമുക്ക് അത്രയും നമുക്ക് ആ ഒരു ഭക്തി എന്ന് പറയുന്നതൊക്കെ മീരാഭായിയുടെയൊക്കെ ആ ഒരു ഭക്തി എന്ന് പറയുന്നത് അതൊക്കെയാണ്. അപ്പൊ അതൊക്കെ നമുക്ക് കിട്ടാന്ന് പറയുന്നത് വളരെ തുച്ഛമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ പലരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഉള്ളിലാണ് ഈ പറയുന്ന ശക്തികളെല്ലാം ഇരിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു നമ്മുടെ ഈ ഉള്ളിലിരിക്കുന്ന ശക്തികൾ നമ്മൾ മറ്റുള്ളവർക്ക് ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു ഇതിന് വേണ്ടി, പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ചില ജപങ്ങൾ, കാര്യങ്ങൾ ചില ആശ്രമങ്ങളിൽ പോയി നടക്കുന്ന സമയത്ത് അത് ചില ആശ്രമങ്ങളൊക്കെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യം, കറക്റ്റായിട്ടുള്ള ഇതായിരിക്കും. ചിലയിടത്ത് നമുക്ക് അത് വിശ്വസിക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് കഴിവതും നമ്മൾ സ്വയമേ തന്നെ ആ ഒരു ഭക്തി നമ്മൾ പ്രാക്ടീസ് ചെയ്ത്, നമ്മൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മറ്റുള്ള ആശ്രമങ്ങളിൽ പോകരുത്, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ പോകരുതെന്നല്ല പറയുന്നത്. നമ്മൾ എവിടെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ശക്തി നമ്മളിലേക്ക് തന്നെ തിരിച്ച് വരണം, അല്ലെങ്കിൽ നമ്മളിൽ തന്നെ നിലനിർത്തണമെന്നുള്ളതാണ്. അത് മനസ്സിലാവും. അപ്പം നമുക്ക് അബദ്ധം സംഭവിക്കാൻ പാടില്ല എന്നുള്ളതാണ്.
അതുപോലെ തന്നെ നമ്മളൊരു ഗുരുവിനെ തിരഞ്ഞെടുക്കുമ്പോൾ സമയത്ത് നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പ്രാപ്തനായിട്ടുള്ള ഗുരുവാണോ അത്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ശക്തികളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പ്രാപ്തനായിട്ടുള്ള ഒരു ഗുരുവാണോ അത് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പരമമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ചിലർ ജപങ്ങളൊക്കെ ചെയ്ത് വരുന്ന സമയത്ത് ചിലരുടെ ഉള്ളിലുള്ള ഒരു ശക്തി ചിലപ്പോൾ പുറത്തേക്ക് വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ നിൽക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് നമ്മുടെ കൂടെയുള്ള ഒരാൾ വരും. അതായത് നമ്മളിൽ നിന്നുള്ളതാണ്. അത് ഏത് ലോകത്ത് കിടക്കുന്നയാലും എവിടെയായാലും ഉള്ള ആളായിരിക്കും. പക്ഷെ നമ്മൾ കേട്ടില്ലേ, നമ്മൾ ചിലരെ നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് അവരോടൊരു ആത്മബന്ധം ഉള്ളതുപോലെ തോന്നും. ഇവരെ നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട്, ഇവരെ നമുക്ക് അറിയാവുന്നതാണ് എന്ന് നമുക്ക് ചില സമയത്ത് തോന്നാറുണ്ടല്ലേ. അപ്പോൾ ഞാൻ ഈ ഒരു അവസരത്തിൽ സ്കന്ദ ഭഗവാനോട്, മുരുക ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഉള്ളിൽ നിന്ന് ഏതെങ്കിലും ശക്തി, എന്നിലുള്ള ശക്തി, അല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കേണ്ട ഏതെങ്കിലും ഒരു ശക്തിയോ, എൻ്റെ കൂടെ നിൽക്കേണ്ട ഒരു സന്തത സഹചാരിയായിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയോ എന്നിൽ നിന്ന് ആരെങ്കിലും പിടിച്ചെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എന്നിൽ നിന്ന് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ വ്യക്തി പൂർണ്ണമായിട്ട് എന്നിലേക്ക് തിരിച്ചു വരാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കൂടെ തന്നെ നിൽക്കേണ്ട ആളാണത്. അപ്പം എൻ്റെ കൂടെ തന്നെ തിരിച്ചു വന്ന് എൻ്റെ കൂടെ നിൽക്കട്ടെ എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ ഞാൻ മഹാദേവനോടും അതുപോലെ പാർവതി ദേവിയോടും ശ്രീകൃഷ്ണ ഭഗവാനോടും നാരായണനോടും സകല ദൈവങ്ങളോടും അതുപോലെ സ്കന്ദ ഭഗവാനോടും കൂടി ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചു വേണം. കാരണം എന്നിൽ നിന്ന് അങ്ങനെ എനിക്ക് സപ്പോർട്ടീവായിട്ടുള്ള അത് ചിലപ്പോൾ എൻ്റെ ഒരു നാഗമായിരിക്കും. അതായത് മീൻസ് എനിക്ക് ഞാൻ ഭൂമിയിലേക്ക് വരുമ്പോൾ എൻ്റെ കൂടെ സഹായിയായിട്ട് എൻ്റെ കൂടെ നിൽക്കേണ്ട ഒരു നാഗ കന്യകയായിരിക്കും, അല്ലെങ്കിൽ എന്താ പറയുക, ഇതായിരിക്കും. എനിക്ക് സൗന്ദര്യം തരുന്ന, അല്ലെങ്കിൽ എനിക്ക് ഐശ്വര്യങ്ങൾ തരുന്ന ഒരാളായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ കൂടെ സപ്പോർട്ടീവായിട്ട് എനിക്ക് നിൽക്കേണ്ട ഒരാളായിരിക്കും. ഇപ്പൊ കൃഷ്ണന്റെ കൂടെ ബലരാമുണ്ടല്ലോ, കൃഷ്ണന്റെ കൂടെ എപ്പോഴും ബലരാമുണ്ട്. അതുപോലെ നാരായണന്റെ കൂടെ എപ്പോഴും ഹരിയുണ്ട്. മനസ്സിലായോ? അതുപോലെ ദേവിയുടെ കൂടെ ആണെങ്കിലും ദേവിയുടെ കൂടെ എപ്പോഴും ഒരു നാഗദേവി ഉണ്ട് സപ്പോർട്ടീവിനായിട്ട്. അപ്പം ഇത് എന്നിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരണം, എനിക്ക് വേണം. ഞാൻ ഒരിക്കലും അത് വിട്ടുകൊടുക്കില്ല ആർക്കും. ഒന്നിൻ്റെ പേരിലാണെങ്കിലും എന്തിൻ്റെ പേരിലാണെങ്കിലും ഞാനത് വിട്ടുകൊടുക്കില്ല. എനിക്ക് തിരിച്ചു വേണം. കാരണം എൻ്റെ ശക്തി എന്ന് പറയുന്നത് അത് എൻ്റെ കൂടെ നിൽക്കേണ്ട ആൾ തന്നെയാണ്. എനിക്ക് വേണ്ടിയിട്ട് ഭഗവാൻ തന്നിട്ടുള്ളതാണ്. അപ്പം ഓരോരുത്തർക്കും ഉണ്ട്, അത് അവരവർക്ക് ഉള്ളതാണ്. അവരവരുടെ ശക്തികളും അവരവർക്കുള്ള കാര്യങ്ങൾ അവരവർക്കുള്ളതാണ്. മനസ്സിലായോ? അത് മറ്റൊരാൾക്ക് എടുത്തുകൊണ്ട് പോകാനോ, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് എന്തെങ്കിലും കള്ളം കാണിച്ചോ, ചതി കാണിച്ചോ, വഞ്ചന കാണിച്ചോ പിടിച്ചെടുത്തുകൊണ്ട് പോകാനോ കഴിയുന്ന സംഭവമല്ല. അപ്പൊ എൻ്റെ ആ ദേവീനെ അവര് പിടിച്ചെടുത്തുകൊണ്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തിരിച്ച് എന്നിലേക്ക് തന്നെ വരണം. അതാണ് എൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്. ആ ഒരു പ്രാർത്ഥന എനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് എനിക്ക് ചിലപ്പോൾ എനിക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകാം. ഒന്നെങ്കിൽ എനിക്ക് ഞാൻ ഇത് പറയുന്നതാണ്, ഒന്നെങ്കിൽ എനിക്ക് എൻ്റെ ആ നാഗദേവീനെ, അല്ലെങ്കിൽ എൻ്റെ ആ ഹരീനെ, അല്ലെങ്കിൽ എൻ്റെ കൂടെ എനിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഏതോ കാരണവശാൽ എന്നിൽ നിന്ന് പോവുകയോ ആരെങ്കിലും പിടിച്ചെടുക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, വല്ല ബ്ലാക്ക് മാജിക് കാണിച്ചോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ എന്നെ കൊണ്ട് ജപിപ്പിച്ചോ, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ എന്നിൽ നിന്ന് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് തിരിച്ചു തരിക. അതല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് അതേപോലെയുള്ള ഒരാളെ എനിക്ക് തിരിച്ചു തരാം. മനസ്സിലായി? എനിക്ക് തിരിച്ചു തരിക. കാരണം എനിക്ക് തിരിച്ചു തന്നേ പറ്റൂ. കാരണം എനിക്ക് വേണം. എന്തെന്ന് വെച്ചാൽ എനിക്കൊരിക്കലും വിട്ടുകൊടുക്കാൻ കഴിയില്ല. എൻ്റെ ഉള്ളിലുള്ള ഒരു ശക്തികളും ഇപ്പം നിങ്ങളുടെ ഉള്ളിലും ഉണ്ട് ഓരോരോ ശക്തികൾ. ഇതൊന്നും നിങ്ങൾ ആർക്കും വിട്ടുകൊടുക്കരുത്. അതിനാണ് നമ്മൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഭദ്രദേവി, പിന്നെ അതുപോലെ നരസിംഹമൂർത്തിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് എന്തിൻ്റെ പേരിലായാലും ശരി തന്നെ എൻ്റെ കൂടെയുള്ള ആളെ എനിക്ക് തന്നെ വേണം. ഞാൻ ഏത് ലോകത്താണോ പോകുന്നത് ആ ലോകത്ത് ആ വ്യക്തി എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. ഒരു പക്ഷേ ഞാൻ പോകുന്നത് ശിവലോകത്തിലേക്കാണെങ്കിൽ ആ വ്യക്തി എൻ്റെ കൂടെ ശിവലോകത്തിൽ ഉണ്ടാവണം. അതല്ല, ഞാൻ പോകുന്നത് വൈകുണ്ഠത്തിലേക്കാണെങ്കിൽ ആ വ്യക്തി എൻ്റെ കൂടെ വൈകുണ്ഠത്തിൽ ഉണ്ടാവണം. അതല്ല, ഞാൻ പോകുന്നത് വൃന്ദാവനത്തിലേക്കാണെങ്കിൽ ആ വ്യക്തി എൻ്റെ കൂടെ വൃന്ദാവനത്തിൽ ഉണ്ടാവണം. ഇതിലൊന്നുമല്ല, ചിലപ്പോൾ ദേവിയുടെ ലോകത്താണ് പോകണമെങ്കിലും ദേവിയുടെ ലോകത്താണെങ്കിലും ആ വ്യക്തി എൻ്റെ കൂടെ ഉണ്ടാവണം. എൻ്റെ ശക്തി എന്നിൽ നിന്ന് വന്നിട്ടുള്ളതാണെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും അത് തിരിച്ചു വേണം.
എനിക്കറിയില്ല, എനിക്ക് ചില അബദ്ധങ്ങൾ എനിക്ക് പറ്റിയിട്ടുണ്ട്. എനിക്ക് നിങ്ങളോടത് ഇപ്പോൾ എനിക്കിത് നിങ്ങളോട് പബ്ലിക്കായിട്ട് എനിക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് പല സ്ഥലങ്ങളിലും നിങ്ങൾ പോകുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക, വളരെയധികം ശ്രദ്ധിക്കുക, നിങ്ങൾ പ്രൊട്ടക്ഷൻ എടുക്കുക. അതിനാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഇതേപോലെയുള്ള എന്തെങ്കിലുമൊക്കെ രുദ്രാക്ഷോ അല്ലെങ്കിൽ ഇതേപോലുള്ള ചരട് നമ്മൾ ജപിച്ച് കെട്ടുകയോ അല്ലെങ്കിൽ ഇതേപോലെ തുളസിമാലയോ അല്ലെങ്കിൽ ഇതുപോലുള്ള രുദ്രാക്ഷോ ഒക്കെ നമ്മൾ ആ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ധരിക്കുന്നത്, നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ധരിച്ചിരിക്കുന്നത് നമുക്ക് ഉത്തമമായിരിക്കും. കാരണം ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് പീപ്പിൾസ്, ബ്ലാക്ക് മാജിക്, പല തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് നടക്കുന്നുണ്ട്. ആരാണ് ശരി, ആരാണ് തെറ്റ്, നമ്മളെ ഏത് റൂട്ടാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള റൂട്ട്, ഏത് വഴി കൂടെ പോയാൽ നമുക്ക് കറക്റ്റായിട്ട് എത്താം, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് നമുക്ക് കറക്റ്റായിട്ടുള്ളതെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. ചിലരെ നമ്മൾ കാണുമ്പോൾ ചില ഇടത്തൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ വിചാരിക്കും അവിടെ നല്ലതാണ്, പക്ഷെ അവിടെ ഉള്ള ആൾക്കാർക്ക് പോലും ഈ ഒരു സത്യാവസ്ഥ അറിയുന്നില്ല എന്നുള്ളതാണ്. മനസ്സിലായോ? ചില സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ അവിടെ നിൽക്കുന്നവർക്ക് പോലും അവരറിയുന്നില്ല, അവരുടെ ഉള്ളിലുള്ള ഇതെല്ലാം ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് മറ്റാരോ അത് കൊണ്ടുപോവുകയാണ്, അല്ലെങ്കിൽ മറ്റെന്തോ രീതിയിൽ അത് പൊയ്ക്കൊണ്ട്, ഇത് മീൻസ് എനിക്കിത് നിങ്ങളോട് ഇതൊരു സീരിയസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലർക്ക് വീണ്ടും ജന്മം എടുക്കേണ്ടി വന്നാൽ പോലും, അല്ലെങ്കിൽ ജന്മം ഇല്ലെങ്കിൽ പോലും എവിടെയെങ്കിലും എത്തണമെങ്കിൽ പോലും നമ്മുടെ ഉള്ളിലുള്ള ആ ശക്തികൾ നമ്മൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ ഈ ജന്മം വളരെയധികം തെറ്റുകൾ ചെയ്ത് തെറ്റിലൂടെ പോകുന്ന ഒരു വ്യക്തിയായിരിക്കും അയാൾ, എന്നാൽ പോലും അയാൾക്ക് അടുത്തൊരു ജന്മം കൊടുത്തിട്ട് അയാൾക്ക് ചിലപ്പോൾ തിരുത്താനുള്ള ഒരു അവസരം ഉണ്ടാവും. ആ സമയത്തും ഇയാളുടെ ഉള്ളിലുള്ള ആ ശക്തികൾ ഇയാൾക്ക് വേണം. മനസ്സിലായോ? അപ്പൊ നമ്മളെല്ലാവരും ഓരോ അംശമാണ്. നമുക്കറിയില്ല നമ്മൾ എവിടെ നിന്നാണ് വന്നത്, നമ്മൾ ഏത് ദേവന്റെ അല്ലെങ്കിൽ ഏത് ദേവിയുടെ ആരുടെ അംശമാണ്, ഏത് ദൈവത്തിന്റെ അംശമാണെന്നുള്ളത് നമുക്കറിയില്ല. മനസ്സിലായി? അപ്പൊ എന്തിന്റെ പേരിലാണെങ്കിലും ശരി തന്നെ നമ്മൾ ഭക്തി കൊണ്ട് കളിക്കാതിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ കളിക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് പണി കിട്ടുന്ന കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം പണി കിട്ടും. ചിലരൊക്കെ ചില ആശ്രമങ്ങളിലൊക്കെ പോകുമ്പോൾ അവര് നമ്മളിൽ നിന്ന് പല ശക്തികൾ അവർ അതായത് ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞുതരാം. ശ്രീ ഹെർമിറ്റ്സ് എന്ന് പറഞ്ഞ് ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളി ഒരു നല്ലൊരു യോഗിയാണ്, യോഗിക് പവറൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം ഒരു ആശ്രമത്തിൽ പോയിട്ടുണ്ടായിരുന്നു. ആ ആശ്രമം ഏതാണെന്ന് ഞാൻ വെളിപ്പെടുത്തില്ല. ഇപ്പം ഞാൻ പോയ ആശ്രമം ഏതാണെന്ന് ഞാൻ നിങ്ങളോട് വെളിപ്പെടുത്തുന്നില്ല. കാരണം അത് നമ്മൾ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കത് അവർ ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും, അവിടെ ഉള്ള അന്തേവാസികൾക്ക് അത് അറിയില്ലായിരിക്കും. അവർക്ക് അത്രയ്ക്കുള്ള എന്താ പറയുക യോഗി കാര്യങ്ങൾ, അങ്ങനെ യോഗ മെഡിറ്റേഷൻസ് എന്ന് അവർ ചെയ്യുന്നില്ലായിരിക്കും. അവർക്ക് അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അവർക്ക് അറിയില്ലായിരിക്കും. മനസ്സിലായോ? നിങ്ങൾക്കത് പറയുന്നത് മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ ഈ ആശ്രമത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല. അപ്പൊ ഈ ശ്രീ ഹെർമിറ്റ്സ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഒരു ഹിന്ദു ആണ്. എന്നാൽ കൂടി അദ്ദേഹത്തിന്റെ അമ്മ ക്രിസ്ത്യൻ ആണ്, അദ്ദേഹത്തിന്റെ അച്ഛൻ ഹിന്ദു ആണ്. അപ്പോൾ അതുകൊണ്ടാണ് പുള്ളിക്ക് ശ്രീ ഹെർമിറ്റ്സ് എന്നുള്ളൊരു പേരിട്ടത്. അപ്പൊ ഈ പുള്ളി ഈ പണ്ട് തൊട്ടേ ഇവരുടെ അച്ഛൻ എന്ന് പറയുന്നത് ശിവഭക്തനാണ്. ശിവഭഗവാനെ വളരെയധികം മുറുകെ പിടിച്ചിട്ട് ശിവഭഗവാനിൽ അത്രയും ഭക്തിയുള്ള ഒരു വ്യക്തിയാണ് ഈ ശ്രീ ഹെർമിറ്റ്സിന്റെ പിതാവ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ പുള്ളി ഒരു ആശ്രമത്തിൽ പോകുന്നു. ആശ്രമത്തിൽ പോയി കഴിഞ്ഞപ്പോഴേക്കും പുള്ളിയോട് അവർ ചോദിക്കുകയാണ്, ഈ 2 കാലുകൾ ഞങ്ങൾക്ക് തരാമോ എന്ന് ചോദിക്കുകയാണ്. അതായത് ഈ കാലുകളിൽ അത്രയും പവർ ഉണ്ട് എന്നുള്ള, അതായത് അവർക്ക് എന്തോ ഒരു അപ്പോൾ പറയണേ, ഈ കാലുകൾ അവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് കോടിക്കണക്കിന് രൂപ കൊടുക്കാന്നാണ് അവർ പറഞ്ഞത്. എത്ര കോടി വേണമെങ്കിലും തരാം, 5 കോടിയോ 10 കോടിയോ ഒക്കെ വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഈ ഇദ്ദേഹത്തിന്റെ കാലുകൾ അവർ ചോദിക്കുകയാണ്. നോക്കൂ നിങ്ങൾ. അപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്ക് അങ്ങനെ കാല് അങ്ങനെ തരാനൊന്നും സാധിക്കത്തില്ല, എൻ്റെ കാല് മുറിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ പുള്ളി അവിടെ നിന്ന് സ്കിപ്പ് ചെയ്യും. പക്ഷെ പുള്ളിക്ക് അവിടെ പോയിട്ട് യാതൊരു വിധത്തിലുള്ള ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. പുള്ളിയുടെ പുള്ളിയുടെ ബന്ധുക്കളിൽ കുറേ പേര് മരണപ്പെട്ടു, പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി. പുള്ളിക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായി, സുഹൃത്തുക്കളിൽ നിന്ന് ഒരു എന്താ പറയാ ഒരു തരത്തിലുള്ള ഇതില്ല, സുഹൃത്തുക്കൾ പിരിഞ്ഞുപോയി. അങ്ങനെ പുള്ളിക്ക് എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാവും അത്രത്തോളം. ഇപ്പോഴും പുള്ളി പറയും പുള്ളി പെർഫെക്റ്റ്, അതായത് ആ ഒരു ഇതിൽ നിന്ന് മാറിയിട്ടില്ല എന്നാണ് പറയുന്നത്. കുറേയൊക്കെ മാറി വന്നിട്ടുണ്ട്, എന്നാലും പുള്ളിയെ തകർത്ത് എന്താ പറയാ പുള്ളിയുടെ ജീവൻ തന്നെ തകരുന്ന രീതി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇങ്ങനെയുള്ള ചില സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക. നമുക്കറിയില്ല, അവിടെ ഉള്ളവർക്ക് പോലും ചിലപ്പോൾ അറിയില്ല. ഇതൊക്കെ എന്ന് പറയുന്ന അവരുടെ എന്താ പറയാ
തലമുറയായിട്ട് വന്നിട്ടുള്ളതായിരിക്കും. പക്ഷെ അതിൽ ചിലര് ഏതെങ്കിലും ഒരു തലമുറയിൽ വരുന്ന ഒരാൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം അതിലുണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും. അപ്പൊ ഇതെല്ലാം അറിയാവുന്ന ഒരേ ഒരാളെന്ന് പറയുന്നത് ഭഗവാനാണ്. ഭഗവാൻ ആ ശ്രീകൃഷ്ണ ഭഗവാനാണ്, അല്ലെങ്കിൽ ആ പരമശിവനാണ്, ആ പരമാത്മാവാണ്. അപ്പൊ ഞാൻ ആ പരമാത്മാവിനോട്, ആ ഭഗവാനോട് ഞാൻ മനസ്സുരുക്കി പ്രാർത്ഥിക്കുകയാണ്. അപ്പം ഈ ഒരു ആ വ്യക്തിക്ക് ഇങ്ങനെ, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് വെച്ചാൽ ഏത് ഭക്തി ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ട ആശ്രമങ്ങളിൽ പോയി നിങ്ങൾ അത്രയും, അല്ലെങ്കിൽ ആ ഗുരുവിനെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഗുരുവിനെ മാത്രം തിരഞ്ഞെടുക്കുക. നമ്മളെ സംരക്ഷിക്കാൻ കഴിയുന്ന ഗുരുവാണോ അത്, നമ്മുടെ ഉള്ളിലുള്ള ശക്തികളെ നമുക്ക് സംരക്ഷിച്ച് നിലനിർത്താൻ കഴിയുന്ന ഗുരുവാണോ അത് എന്നൊക്കെ നമ്മൾ നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ആശ്രമങ്ങളിലായാലും പോവുള്ളൂ. പോകുന്നതിൽ തെറ്റില്ല. നമ്മൾ അവിടെ പോവുകയോ അവിടെ പോയി നമ്മൾ അവിടുത്തെ വിഗ്രഹത്തിന് പ്രാർത്ഥിക്കുകയോ നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നതിലോ നാമം പറയുന്നതിലോ തെറ്റില്ല. പക്ഷെ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ വളരെയധികം സൂക്ഷിക്കുക. നമുക്കറിയില്ല കറക്റ്റായിട്ട് എന്താണ് ഇതിന്റെ ശരി, എന്താണ് തെറ്റ്, ഇത് എന്തെങ്കിലും നമുക്കിതിൽ ദോഷം ഉണ്ടാവോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ വളരെയധികം സൂക്ഷിച്ച് നമ്മൾ പോവുക. അതുപോലെ തന്നെ നമ്മൾ ഭഗവാനോട് നമ്മൾ ക്ഷേത്രങ്ങളിൽ പോവുക എന്നുള്ളതാണ്. മനസ്സിലായോ? നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ ക്ഷേത്രങ്ങളൊക്കെ നമുക്ക് നിർമ്മിച്ചു തന്നിരിക്കുന്ന. അതിന് വേണ്ടിയിട്ട് ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക, പൂജകൾ, വഴിപാടുകൾ, ധ്യാനം, യോഗ, മെഡിറ്റേഷൻ സെന്റർ, യോഗ സെന്റർ, അപ്പൊ അങ്ങനെയൊക്കെ പോവാം. പക്ഷെ ഈ നമ്മൾ വളരെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്ന് പറയുന്നത് ഒരു സാധാരണ മനുഷ്യരാണ്, അല്ലേ? നമുക്ക് ഈ പറയുന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള യോഗിക്ക് പവറുകളോ അല്ലെങ്കിൽ യോഗ ശക്തികളോ ഇതൊന്നും നമുക്കില്ല. നമ്മൾ സാധാരണ മനുഷ്യരാണ്. നമ്മളെ ഭഗവാൻ ഇവിടെ വിട്ടിട്ടുള്ളതെന്ന് പറയുന്നത് നമുക്ക് എല്ലാ മനുഷ്യർക്കും ഒരേപോലെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടാണ്. ഒരേപോലെയുള്ള ശക്തികളൊക്കെ നമുക്ക് ഉള്ളിൽ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് തന്നിട്ട് തന്നെയാണ് ഭഗവാൻ വിടുന്നത്. മനസ്സിലായി? പക്ഷെ പലരും പലരുടെ കർമ്മഫലങ്ങൾ അനുസരിച്ച് പല രീതിയിൽ ജനിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ചിലർക്ക് കണ്ണ് കാണില്ല, ചിലർക്ക് കാല് കാണില്ല. എങ്ങനെ അവർ ജനിക്കുന്നവരോ ആയിക്കോട്ടെ, എന്നാലും അവരുടെ ഉള്ളിൽ ആ ചൈതന്യം ഉണ്ട് എന്നുള്ളതാണ്. ആ ചൈതന്യങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ ആ ശക്തികൾ ഏതൊരു മനുഷ്യനായാലും അവരുടെ ഉള്ളിൽ അത് നൽകിക്കൊണ്ടാണ് നമ്മളെ ഈ ഭൂമിയിലേക്ക് വിടുന്നത്. മനസ്സിലായി? അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ ചൈതന്യങ്ങളുടെ ഈ ഒരു ചെറിയ എന്താ പറയാ, ഒരു ചെറിയ ഉറുമ്പിലുള്ള അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഉറുമ്പിൽ അതിനൊരു ജീവൻ മാത്രമേ ഉള്ളൂ. പക്ഷെ മനുഷ്യജന്മം, അത് നിങ്ങൾ നോട്ട് ദ പോയിന്റ്, മനുഷ്യജന്മം എന്ന് പറയുന്നത് അത്രയും ബുദ്ധിമത്തായിട്ടുള്ള ഭഗവാന്റെ തന്നെ ആ ഒരു സ്വരൂപമാണ് മനുഷ്യ. അതുകൊണ്ടാണ് പറയുന്നത് ഏത് ജന്മങ്ങളിലെ കാട്ടിലെ ഏറ്റവും ഉത്കൃഷ്ടമാണ് മനുഷ്യജന്മം. അപ്പൊ ഈ മനുഷ്യജന്മത്തിന്റെ ഏറ്റവും വലിയ പർപ്പസ് എന്ന് പറയുന്നത് ഭഗവാനിലേക്ക് എത്തുക, അല്ലെങ്കിൽ ഭഗവതിയിലേക്ക് എത്തുക, നമ്മുടെ ആ ഭഗവാനിലേക്ക് എത്തുക എന്നുള്ള, ലോകത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ പർപ്പസ്. മെയിൻ ആയിട്ടുള്ള പർപ്പസ് എന്ന് പറയുന്നത് അതാണെന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഒരു മനുഷ്യജന്മം എന്ന് പറയുന്നത് അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ജന്മമാണ്. ഈ മനുഷ്യജന്മത്തിൽ നമുക്ക് വളരെയധികം ശക്തികൾ നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞ് നിങ്ങൾക്കും ഇതുപോലെ തന്നെ ഇതിനെക്കാളിലും ചിലപ്പോൾ ശ്രേഷ്ഠമായിട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും പറഞ്ഞു തരാനുള്ള ശക്തി ഉണ്ടാവും. മനസ്സിലായോ? പലരും കീർത്തനങ്ങൾ പഠിച്ചു കഴിയുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത്, നമ്മൾ ഇത്രയും നല്ലതുപോലെ കീർത്തനം വായിക്കൂ, അല്ലെങ്കിൽ നമുക്ക് ഇത്ര സിദ്ധികളുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കഴിവുകളുണ്ടോ എന്ന് ചിലര് ഓരോന്ന് പഠിച്ചു കഴിയുമ്പോഴാണ് അറിയുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ നമ്മൾ ഉണർത്തിയെടുക്കുക എന്നുള്ളത്. ചിലർക്ക് പാടാനൊക്കെ നല്ല കഴിവുണ്ടാവും, പക്ഷെ അവരത് ഉണർത്തിക്കൊണ്ട് വരുന്നില്ല, അവരത് പ്രാക്ടീസ് ചെയ്ത് വരാത്തത് കൊണ്ടാണ് അവർക്കത് പാടാൻ സാധിക്കുക. ചിലർക്ക് ഡാൻസ് കളിക്കാൻ വളരെയധികം നല്ല കഴിവുണ്ടാവും, പക്ഷെ അവരുടെ ആ ജീവിത സാഹചര്യങ്ങൾ, ചുറ്റുപാടുകൾ വളർന്ന ഇതുകൊണ്ട് അവർക്ക് ആ കലയെ ഉയർത്തിക്കൊണ്ട് വരാൻ കഴിയില്ല. അപ്പൊ ഓരോ മനുഷ്യർക്കും ഓരോ കഴിവ്, എന്തെങ്കിലും ഒരു കഴിവ് ഭഗവാൻ കൊടുക്കാതിരിക്കില്ല. മനസ്സിലായോ? അപ്പം എല്ലാവരുടെ ഉള്ളിലുണ്ട് ഓരോ ശക്തിയും ഓരോ കഴിവും എന്ന് പറയുന്നത്. അത് നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞ് അതിനെ ഉണർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ് അതിൻ്റെ സത്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ആ ശക്തികളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദേവിയോട് പ്രാർത്ഥിക്കുക, ഭഗവാനോട് പ്രാർത്ഥിക്കുക. കാരണം നമുക്ക് ഇതെല്ലാം നമ്മുടെ ഉള്ളിലുള്ള ശക്തികൾ നമുക്കത് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതാണ്. കാരണം നമുക്ക് ഈ ജന്മം അല്ല, ചിലപ്പോൾ ഇനി അടുത്തൊരു ജന്മം എടുത്താലും നമുക്ക് ആ ജന്മത്തിൽ ഇതെല്ലാം നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് സംരക്ഷിച്ച് മറ്റൊരാൾക്ക് കൊണ്ടുപോയി അടിയറവ് പറയാനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അടിമയായിട്ട് വിട്ടുകൊടുക്കുക
വിട്ടുകൊടുക്കാനോ ഉള്ളതല്ല നമ്മുടെ ഈ ശക്തികളെന്ന് പറയുന്നത്. അത് ഓരോരുത്തർക്കും ഓരോരോ ശക്തികൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പല ശക്തികളും അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കൂടെ വന്നിട്ടുള്ള പലരും പല രാജ്യങ്ങളില്, പല സ്ഥലങ്ങളില്, പല സ്വരൂപങ്ങളിൽ അവർ ചിന്നിച്ചിതറി കിടക്കുകയാണ്. മനസ്സിലായോ? അപ്പൊ ഈ ചിന്നിച്ചിതറി കിടക്കുന്നതെല്ലാം ഒരുമിച്ച് നമ്മളിലേക്ക് വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ അടുത്തേക്ക് വരുന്നത് ഏത് സമയത്താണ്? നമ്മൾ ഭഗവാനിലേക്ക് എത്തുന്ന സമയത്ത്. നമ്മൾ ഏത് ലോകത്താണോ നാം എത്തുന്നത് ആ സമയത്താണ് ഈ പറയുന്ന ശക്തികളെല്ലാം നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അതിന് ചിലപ്പോൾ നമുക്ക് പല ജന്മങ്ങൾ എടുക്കേണ്ടി വരുമായിരിക്കും. ചിലപ്പോൾ ഈ ഒരു ജന്മത്തിൽ തന്നെ നമുക്ക് അതിനുള്ള മുക്തിപദം കിട്ടുമായിരിക്കും. പക്ഷെ അങ്ങനെ നമുക്ക് കിട്ടുന്ന സമയത്ത് ഈ പറയുന്ന എല്ലാം നമുക്ക് ഉള്ളത് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവണം എന്നുള്ളതാണ്. അത് മറ്റൊരാളുടെ സേവ ചെയ്യാൻ വേണ്ടി അടിമയായിട്ട് വിട്ടുകൊടുക്കേണ്ടതോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ വിട്ടുകൊടുക്കേണ്ട സംഭവമല്ല. അത് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവണം. അത് നമ്മുടെ കൂടെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിക്കണം. ഭഗവാനോട് മനസ്സുരുക്കി പ്രാർത്ഥിക്കണം. നമ്മുടെ കൂടെ വന്നിട്ടുള്ളവരായാലും അവർക്ക് രക്ഷ ഉണ്ടാവണം, അവരെയും സംരക്ഷിക്കണം, നമ്മളെ കുടുംബത്തെ സംരക്ഷിക്കണം, നമ്മുടെ കൂടെയുള്ളവരെ സംരക്ഷിക്കണം, നമ്മളെ സ്നേഹിക്കുന്നവരെ സംരക്ഷിക്കണം. ഭഗവാനെ, ഇവരെല്ലാം നമുക്ക് തന്നെ ഉള്ളതാണ്, നമ്മുടെ അടുത്തേക്ക് തന്നെ വരേണ്ടവരാണ്. അവരെ നമ്മൾ സംരക്ഷിക്കണം, അവർക്ക് നന്മ ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. മനസ്സിലായോ? അതുകൊണ്ട് ഓരോരുത്തരുടെയും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മുടെ കൂടെയുള്ള എല്ലാവരുടെയും പ്രൊട്ടക്ഷൻ അവിടെ ഉണ്ടാവുന്നതാണ്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് അത് എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ അതുകൊണ്ട് ഭഗവാനോട് പറയാണ്, ഭഗവാനെ, ഞാൻ ഭഗവാന്റെ ലോകത്താണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും എവിടെയാണെങ്കിലും ഭഗവാന്റെ ലോകത്ത് എവിടെയാണ് വരുന്നതുണ്ടെങ്കിലും എൻ്റെ ഉള്ളിലുള്ള ശക്തികളോ എൻ്റെ കൂടെ വന്നിട്ടുള്ള ശക്തികളായിട്ടുള്ളവരോ ആരായാലും ശരി തന്നെ അവരെൻ്റെ കൂടെ ഉണ്ടാവണം. എനിക്ക് അവരെ ഒന്നും നഷ്ടപ്പെടാൻ പാടില്ല. അവരെൻ്റെ കൂടെ ഉണ്ടാവണം. എനിക്ക് അവരെ വേണം. അവരെ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ സാധിക്കുന്നില്ല. ആരെങ്കിലും ഏതെങ്കിലും ഒരു രീതിയിൽ എന്തെങ്കിലും ഇതിൽ പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം എനിക്ക് തിരിച്ച് എന്നിലേക്ക് തന്നെ തരണേ ഭഗവാനെ, തിരിച്ചു തരണേ ഭഗവാനെ എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ മനസ്സുരുക്കി പ്രാർത്ഥിക്കുകയാണ്. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. നമ്മളിലുള്ള നന്മകള്, നമുക്ക് പ്രൊട്ടക്ഷനായിട്ട് നിൽക്കുന്നവര്, നമുക്ക് സേവ ചെയ്യുന്നവര്, നമ്മുടെ കൂടെ നിൽക്കുന്നവര്, നമുക്ക് എന്താ പറയാ, നമ്മുടെ സന്തത സഹചാരികള്, അങ്ങനെയുള്ള എല്ലാവരും നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരട്ടെ. നമുക്ക് തന്നെ അവരെല്ലാം ലഭിക്കട്ടെ. അവരിലൂടെ അല്ലെങ്കിൽ നമ്മളിലൂടെ അവരും ഉയരട്ടെ, അല്ലെങ്കിൽ അവരിലൂടെ നമ്മൾ ഉയരട്ടെ എന്നുള്ള ആ ഒരു പ്രാർത്ഥന നമുക്ക് എപ്പോഴും ഉണ്ടാവാം. അങ്ങനെ നമുക്ക് അതിനു വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ശക്തികൾ നമുക്ക് തന്നെ സംരക്ഷിക്കാം. നമ്മുടെ ഭഗവാനോട് ആ സംരക്ഷണം നമുക്ക് ഈ ഒരു അവസരത്തിൽ ചോദിക്കാം. ഹര ഹര മഹാദേവ, ഹരേ കൃഷ്ണ, ഹര ഹരോ ഹര ഹര, രാധേ രാധേ ശ്യാം. അപ്പോൾ ഇന്ന് ഈ ഒരു ഭാഗം ഇവിടെ അവസാനിച്ചു. അപ്പം ഇത്രയും എനിക്ക് നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു. കാരണം നമുക്കറിയില്ല, നമ്മൾ പലരും പല രീതിയിൽ പല ഇതിൽ പെട്ട് കിടക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ഈ ഭക്തി അല്ലെങ്കിൽ ആധ്യാത്മികത എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നിസ്സാരമായിട്ട് കരുതും. ഒരിക്കലും അത് നിസ്സാരമല്ല. ഈ ഭക്തി എന്ന് പറയുന്നതോ ആധ്യാത്മികത എന്ന് പറയുന്നതോ ഒക്കെ നിസാരമായിട്ടുള്ള കാര്യമല്ല. ഇതൊക്കെ ഒരുപാട് അരച്ചു കലക്കി കുടിച്ചവരാണ് പലരും നമ്മളെ ചില സമയത്ത് ചതിക്കുന്നതെന്ന് ഓർക്കുമ്പോഴാണ് നമുക്ക് സങ്കടം തോന്നുന്നത്, അല്ലേ? ഈ ചില ഇതേപോലുള്ള ആശ്രമങ്ങൾ ഇട്ടിരുന്നിട്ട് ചിലര് ഇതെല്ലാം അരച്ചു കലക്കി കുടിച്ചിട്ടാണ് ഈ പാവങ്ങളെ ചിലർ ചതിക്കുന്നത്. അപ്പം അത് ചതിക്കും വഞ്ചനയ്ക്കും ഒന്നും ഒരിക്കലും ശ്രീകൃഷ്ണ ഭഗവാനോ മഹാദേവനോ അല്ലെങ്കിൽ ദേവിമാരോ ഒന്നും കൂട്ടു നിൽക്കത്തില്ല. അത് പരമമായിട്ടുള്ള സത്യമാണ്. അപ്പം ചിലർ അറിയാതെ ആയിരിക്കും ചെയ്യുന്നത്. അവരുടെ എന്താ പറയാ, മുകളിലുള്ള ആൾക്കാർ പറഞ്ഞത് കൊണ്ട് അവർ അല്ലെങ്കിൽ അവരുടെ മുകളിലുള്ള തലമുറകളിലുള്ളവർ പറഞ്ഞതുകൊണ്ട് അവർ ചെയ്യുന്നതായിരിക്കും. എന്തിന്റെ പേരിലാണെങ്കിലും ഒരാളെ ചതിച്ചുകൊണ്ടോ വഞ്ചിച്ചുകൊണ്ടോ എന്തെങ്കിലും നേടിയെടുക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാന്ന് വരുന്നത് തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. ഓരോരുത്തർക്കും ഭഗവാൻ അവരവർക്ക് വേണ്ടിയിട്ട് അവരവരുടേതായ പല കാര്യങ്ങളും തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്തിനാണ് ഇതൊക്കെ തിരഞ്ഞെടുക്കുന്നത് വെച്ചാൽ നമ്മൾ നന്മയിലേക്ക് വരാൻ വേണ്ടിയിട്ട്, നമ്മൾ നേരെ ആവാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നമ്മൾ നേരെ ആവാൻ വേണ്ടിയിട്ട്, നമ്മൾ നന്മയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ആശ്രമങ്ങളൊക്കെ ഉണ്ടാവേണ്ടത്, അല്ലേ? അപ്പം അതും മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ശക്തികളായാലും നമ്മുടെ എന്ത് കാര്യങ്ങളായാലും നമുക്ക് മാത്രം സ്വന്തമാണ്. അത് ആർക്കും കൊണ്ടുപോകാൻ കഴിയുകയില്ല. അത് കൊണ്ടുപോകാനായിട്ട് ആരും ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. നമുക്ക് ഭഗവാൻ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്, എല്ലാവരുടെയും കൂടെ ഉണ്ട് ആ ഭഗവാനും ഭഗവതി. അത് മനസ്സിലാക്കുക. ദൈവം എന്ന് പറയുന്നത്, പ്രപഞ്ചം എന്ന് പറയുന്നത് സത്യമായിട്ടുള്ള കാര്യമാണ്.
ദൈവങ്ങളെന്ന് പറയുന്നത് സത്യമായിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കുക, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പം അതൊക്കെ സത്യം ഒരിക്കലും കളവിന് കൂട്ടി, അല്ലെങ്കിൽ സത്യം ഒരിക്കലും കളവിന് കൂട്ടി നിൽക്കില്ല. സത്യം എപ്പോഴും സത്യത്തിന് മാത്രമേ കൂട്ടു നിൽക്കുകയുള്ളൂ. മനസ്സിലായി? പക്ഷെ ഭഗവാൻ അർജുനനോട് ആ സമയത്ത് ചതി പ്രയോഗിക്കാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത്രയും ദ്രോഹം അർജുനന് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ സമയത്ത് ഭഗവാൻ അങ്ങനെ, ശ്രീകൃഷ്ണൻ അങ്ങനെ പറഞ്ഞത്. പക്ഷേ കാരണം അവരൊക്കെ മരിക്കേണ്ടവരായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. മനസ്സിലായോ? പക്ഷെ സാധുക്കളെ ദ്രോഹിക്കുക എന്ന് പറയുന്നത് അത് വളരെയധികം തെറ്റായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ആ ഒരു ഇത് ആരും ചെയ്യാതിരിക്കുക. എല്ലാവരും ദൈവത്തിന്റെ, ഭഗവാന്റെ മക്കളാണ്, ഭഗവതിയുടെ മക്കളാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കളാണ്, പരമേശ്വരന്റെ മക്കളാണ്. അത് മനസ്സിലാക്കുക, തിരിച്ചറിയുക. ഓരോരുത്തർക്കും ഓരോ ഇത് വിധിച്ചിട്ടുണ്ട്. അവര് ഇപ്പൊ എന്താ പറയാ, അവരാഗ്രഹിക്കുന്ന പോലെ അവർക്ക് ലഭിക്കണമെന്നില്ല, ചിലപ്പോൾ ലഭിച്ചെന്നും വരാം. അപ്പൊ ഇതിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ എപ്പോഴും ഒരു കാര്യം ചെയ്യുമ്പോൾ സത്യം മാത്രം നിലനിർത്തി മുന്നോട്ട് പോവുക. അവർക്ക് മാത്രമായിരിക്കും എന്താ പറയാ, ധർമ്മവും സത്യവും, ധർമ്മിഷ്ടം അല്ലെങ്കിൽ ധർമ്മവും സത്യവും നിലനിർത്തി പോകുന്നവർക്കായിരിക്കും, അവർക്കായിരിക്കും ഒരു ഇതുണ്ടാവുന്നത് അല്ലേ. അപ്പം അത് മനസ്സിലാവും. ചിലര് ഈ ജന്മത്തിൽ വളരെയധികം തെറ്റുകൾ ചെയ്യുന്നവരായിരിക്കും, പക്ഷെ അവർക്ക് ഭഗവാൻ ഒരു അവസരം കൊടുക്കും. അടുത്തൊരു ജന്മത്തിൽ ചിലപ്പോൾ അവർക്ക് തിരുത്താനുള്ളൊരു അവസരം കൊടുക്കും. അപ്പം അങ്ങനെയൊക്കെയുള്ള ഇതുണ്ടാവും. അപ്പം എല്ലാവർക്കും ഈ ജന്മം തന്നെ മോക്ഷവും മുക്തിയൊന്നും ലഭിക്കണമെന്ന് നിശ്ചയമൊന്നുമില്ല. അപ്പം അതൊക്കെ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും ആ മുക്തിക്ക് വേണ്ടിയിട്ട്, ഈ ജന്മത്തിൽ തന്നെ മുക്തി കിട്ടുമെങ്കിൽ അതിന് വേണ്ടിയിട്ട് തന്നെയായിരിക്കണം എല്ലാവരും പ്രാർത്ഥിക്കേണ്ടത്. അപ്പം അതുകൊണ്ട് അങ്ങനെയാണ് കുറേ കാര്യങ്ങൾ. അപ്പം അതെല്ലാം എല്ലാവരും മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുക, നമ്മുടെ ഉള്ളിലുള്ള ശക്തികളെല്ലാം നമ്മളെ ഉള്ളിൽ തന്നെ ഉണ്ടാവട്ടെ. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ശക്തി, ഓരോ ഇത് ഭഗവാൻ പ്രദാനം ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ. അതിനെല്ലാം ഭഗവാനും ഭഗവതിയും ഒക്കെ നമുക്ക് സംരക്ഷിച്ചു തരട്ടെ. നമുക്ക് നന്മ ഉണ്ടാവട്ടെ, നല്ലൊരു നാളെ ഉണ്ടാവട്ടെ. അതുപോലെ നമ്മുടെ കൂടെയുള്ളവർക്കും, നമ്മുടെ കൂടെ ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളവരും, അതുപോലെ എല്ലാവരും നമ്മളിലേക്ക് വരാൻ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ, അവർക്ക് നന്മ ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അവർക്കും ആധ്യാത്മികതയിൽ ഉയരാൻ വേണ്ടിയിട്ട് അവർക്ക് ഉള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി നിർത്തുകയാണ്. ഹരഹര മഹാദേവ, ഹരേ കൃഷ്ണ, ഹരഹരോ ഹരഹര. ഇനി ആരൊക്കെയാ വന്നിട്ടില്ലേന്ന് നോക്കാട്ടോ. അപ്പൊ എല്ലാം ഭഗവാൻ നമ്മൾ തന്നെ നിലനിർത്തി തരട്ടെ. ഹരഹര മഹാദേവ, ഹരഹരോ ഹരഹര. ഇനി ആരൊക്കെയാ വന്നിട്ടില്ലേന്ന് നോക്കാട്ടോ. തനു, സജിത്ത്, ആദിത്യൻ, റോളിങ്സ്, ഷിബിൻ രാജൻ, ഫസൽ ബഷീർ, വിജിത്ത്, അരുൺ, റോളക്സ് കോർഗ്, അരുൺ, റോളക്സ്, മെർക്കസ് ലെഫ്റ്റ്. ഇത് ഞാൻ പറയുന്ന ഇതിൽ ഒരുപാട് മുസ്ലിംസും ക്രിസ്ത്യൻസും, ഇത് എല്ലാവർക്കും ബാധകമാണ് കേട്ടോ. അങ്ങനെ നിങ്ങൾ ജാതി മത ഭേദമൊന്നും കാണിക്കണ്ട. എല്ലാവരുടെയും ഉള്ളിൽ എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ ശക്തി ഉണ്ട്. ഓരോരുത്തരുടെ ഉള്ളിൽ ഓരോ ശക്തി ഉണ്ട്. ഓരോരുത്തരും ഭൂമിയിലേക്ക് വരുമ്പോൾ അവരുടെ കൂടെ ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്. അല്ലാതെ നമ്മൾ ഒറ്റയ്ക്കൊന്നും ആയിരിക്കില്ല ഈ ഭൂമിയിൽ വന്ന് ജനിച്ചിട്ടുള്ളത്. മനസ്സിലായോ? അപ്പൊ അതെല്ലാവരും മനസ്സിലാക്കും. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ദൈവം അല്ലെങ്കിൽ ഭഗവാൻ, ആ പറയുന്ന പരമാത്മാവ് എല്ലാവർക്കും ആ ഒരു ശക്തികൾ, ആ ഒരു ഇത് പ്രദാനം ചെയ്തിട്ടുണ്ട്. ഒരു കഴിവെങ്കിലും ഇല്ലാത്ത ആരുമില്ല. ചിലർക്ക് പാട്ട് പാടാനായിരിക്കും കഴിവ്, ചിലർക്ക് ഡാൻസ് കളിക്കാനായിരിക്കും കഴിവ്, ചിലർക്ക് പെയിന്റിങ് ആയിരിക്കും കഴിവ്, ചിലർക്ക് പാചകം ചെയ്യാനായിരിക്കും കഴിവ്. അപ്പം എന്തെങ്കിലും ഒരു കഴിവ് കൊടുക്കാതെ ആരെയും ഭഗവാൻ വിട്ടിട്ടില്ല. ചിലപ്പോൾ ഒരുപാട് കഴിവുകൾ ഉണ്ടായിരിക്കും അവർക്ക്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള ഈ സർഗ സിദ്ധികളൊക്കെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരാന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഒരു എന്താ പറയാ, അതൊക്കെ ഇതാവാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക ഭഗവാനോട്. നമുക്ക് ഈ പറയുന്ന എന്താ പറയാ, പണമോ ഒരു പ്രതാപോ വീടോ കാറോ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയുന്നതല്ല ഒരു മനുഷ്യന്റെ ക്വാളിറ്റി, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ഇതെന്ന് പറയുന്നത് അതൊന്നും അല്ല. അവൻ ആരാണ്, അവന്റെ ഉള്ളിലുള്ള സിദ്ധികൾ എന്താണ്, അല്ലെങ്കിൽ അവന്റെ ഉള്ളിലുള്ള കഴിവുകൾ എന്താണ്, ഇതൊക്കെയാണ്. ഒരാൾ പാട്ട് പാടാൻ കഴിവുള്ളവരായിരിക്കും, ഡാൻസ് കളിക്കാൻ കഴിവുള്ളവരായിരിക്കും, അവർക്ക് എന്തെങ്കിലും കഴിവുകൾ ഉള്ളവരായിരിക്കും. ആ കഴിവിനെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്. മനസ്സിലായോ? അല്ലാതെ ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്നുള്ളതല്ല. മനസ്സിലായോ? അപ്പം പണത്തിന് മാത്രം ആയിരിക്കരുത് ഒരിക്കലും നമ്മൾ ഒരു മനുഷ്യനിൽ അംഗീകരിക്കേണ്ടത്. അവന് പലതരത്തിലുള്ള കാര്യങ്ങളുണ്ടാവും. ആ കാര്യങ്ങളാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്. അത് അംഗീകരിക്കുമ്പോഴാണ് നമ്മൾ മനുഷ്യരാവുന്നത്. മനുഷ്യത്വം എന്ന് പറയുന്നത് അതാണ്. അവിടെയാണ് ആ മനുഷ്യത്വം, സ്നേഹം, ആ ഒരു മനുഷ്യനെ മനസ്സിലാക്കുമ്പോഴാണ് അത് ഉണ്ടാവുന്നത്. മനസ്സിലായോ? അപ്പൊ അതെല്ലാവരും മനസ്സിലാക്കുക എന്നുള്ളതാണ്.
അപ്പോൾ എല്ലാവരുടെയും ഉള്ളിലുള്ള ആ ശക്തികളെല്ലാം നമ്മുടെ കൂടെ വന്നിട്ടുള്ളവർ, നമ്മുടെ ബന്ധുക്കൾ, നമ്മളെ സ്നേഹിക്കുന്നവർ, നല്ലവരായിട്ടുള്ളവർ എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ ഞാൻ മഹാദേവനോടും അതുപോലെ തന്നെ പാർവതി ദേവിയോടും ശക്തിയോടും ആദിപരാശക്തിയോടും രാധാകൃഷ്ണന്മാരോടും അതോടൊപ്പം തന്നെ എല്ലാ ദേവീ ദേവന്മാരോടും ഞാൻ ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. മഹാദേവനോട് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ മുരുക ഭഗവാനോട് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഹര ഹര മഹാദേവ, ഹരേ കൃഷ്ണ, ഹര ഹരോ ഹര ഹര. ഒരാളും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ, അമ്പിളി ശ്രീകുമാർ. ഓക്കെ, അപ്പം ഇത്രയും പേരാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഹര ഹര മഹാദേവ, ഹര ഹരോ ഹര ഹര. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിൽ അജമുഖിയുടെ പുത്രന്മാർ എന്നുള്ള ഭാഗമാണ്. ഞാൻ ഇത്രയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയാനുള്ളത് കൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ വായിച്ചു പോയ കാര്യം, അല്ലെങ്കിൽ സ്കന്ദപുരാണം ഞാൻ പെട്ടെന്ന് വായിച്ചു പോയ കാര്യം അതുകൊണ്ടാണ്. നിങ്ങൾക്ക് തന്നെ വീട്ടിൽ ഈ പുസ്തകം സ്കന്ദപുരാണം വാങ്ങി വായിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാനത് അന്ന് എൻ്റെ പറയുന്നത് എനിക്കിതൊരു ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഹര ഹര മഹാദേവ, ഹരേ കൃഷ്ണ, ഹര ഹരോ ഹര ഹര.